ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് എഗ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവർക്കും എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയും. ഇതൊരു ചെറിയതായിട്ടൊരു വെറൈറ്റി ആയിട്ട്. ഇനി അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. സവാള ഒരു മീഡിയം സൈസുള്ള സവാള ചെറിയതാക്കിയിട്ട് ചോപ്പ് ചെയ്തതാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പകുതിയോ അല്ലെങ്കിൽ മുക്കാലോ എടുക്കാം. അതുപോലെ തന്നെ ചെറുതാക്കി ചോപ്പ് ചെയ്യണം. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ അരിഞ്ഞിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ മുറിച്ചത്. ഇനി മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചേർത്തത് മയോണൈസാണ്. മയോണൈസ് ഒരു 5 6 ടേബിൾ സ്പൂണോളം മയോണൈസ്. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. 1/2 സ്പൂണ് കുരുമുളകും 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്പൂണും കൂടി ചേർക്കുന്നുണ്ട് മയോണൈസ്. ഏകദേശം ഒരു 6 6.5 സ്പൂണിൻ്റെ അടുത്ത് മയോണൈസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ച് നമുക്ക് ബ്രെഡിലേക്കുള്ള മുട്ട എടുക്കാം. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കതിലേക്ക് പാൽ ഒഴിക്കണം. അപ്പോൾ പാല് നമുക്ക് 1/2 ഗ്ലാസ് ഏകദേശം എന്നുവെച്ചാൽ ഒരു 3 4 സ്പൂൺ ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സ്പൂൺ ആയതുകൊണ്ട് അതിനൊരു 3 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തന്നെ നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ഇടണം. ഒരു പിഞ്ച് ഉപ്പും 1/2 സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സാൻഡ്വിച്ചിന്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ. ഇനി നമുക്ക് ആ ബ്രെഡിൻ്റെ സ്ലൈസ് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് മുക്കി വെക്കാം. ഓവറായിട്ട് മുക്കി വെക്കണ്ട, കുറേശ്ശെ ഒന്ന് മുക്കിയെടുത്താൽ മതി ബ്രെഡിൻ്റെ സ്ലൈസ്. ഇനി നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പാനൊന്ന് തടവി ചൂടാക്കിയെടുക്കാം. ആ ചൂടായ പാനിലേക്ക് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഇട്ടിട്ട് 2 ഭാഗവും നമുക്ക് വേവിച്ചെടുക്കണം. രണ്ട് ഭാഗം പാകത്തെ വേവായി കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടായിട്ടുണ്ട് 2 ഭാഗവും. ഞാൻ ബ്രെഡിൻ്റെ സ്ലൈസിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ട്, മയോണൈസിൻ്റെ കൂട്ട്, വെജിറ്റബിൾസ് വെച്ച കൂട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് മയോണൈസ് ഒഴിക്കരുത് നിങ്ങൾ. ആവശ്യത്തിന് അത് ആ ഒരു വെജിറ്റബിൾസിന് പാകത്തിനുള്ള മയോണൈസ് ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സവാളൊക്കെ ഇടുന്നതുകൊണ്ട് മയോണൈസൊക്കെ ഒന്ന് വെള്ളമായി വരാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ സ്ലൈസും കൂടി വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലൊരു അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ച് ട്രൈ ചെയ്യണം. കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വളരെ ഇഷ്ടമാവും. അതിൽ എല്ലാ വെജിറ്റബിൾസും ഒരുവിധം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അവർക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.